കൊട്ടാരങ്ങളുടെ നഗരം മൈസൂർ. ഇനിയുള്ള കാഴ്ചകൾ അവിടെ നിന്നുമാണ്. മൈസൂർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് മൈസൂർ പാലസ് തന്നെയാണ്, അല്ലേ? എൻ്റെ ഈ യാത്രയും അവിടേക്ക് തന്നെയാണ്. വാഹനം പാർക്കിൽ എത്തിയതിനു ശേഷം പ്രവേശന ഫീസും നൽകി ഞാൻ അകത്തേക്ക് കയറി. ഒരാൾക്ക് 100 രൂപയാണ് ഫീസ്. കൂടാതെ പാർക്കിങ്ങിൽ പ്രത്യേക ഫീസും ഈടാക്കുന്നുണ്ട്. മൈസൂരിൻ്റെ യഥാർത്ഥ പേര് മഹിഷ്രി എന്നായിരുന്നു. മഹിഷാസുരൻ എന്ന രാക്ഷസൻ ഭരിച്ചിരുന്ന സ്ഥലമായതിനാലാണ് ഇങ്ങനെ അറിയപ്പെട്ടിരുന്നത് എന്ന് പറയപ്പെടുന്നു. മൈസൂർ ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതി കൂടിയായിരുന്നു പ്രശസ്തമായ മൈസൂർ പാലസിൻ്റെ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ പൂന്തോട്ടങ്ങൾക്ക് നടുവിലാണ് പാലസിൻ്റെ സ്ഥാനം. ചാമുണ്ടിക്കുന്നുകൾക്ക് അഭിമുഖമായ മൈസൂരിൻ്റെ മധ്യഭാഗത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. മൈസൂരിനെ പൊതുവെ കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ പാലസ് ഉൾപ്പെടെ 7 കൊട്ടാരങ്ങളാണ് ഈ നഗരത്തിലുള്ളത്. ഈ രാജകൊട്ടാരമാണ് മൈസൂരിൻ്റെ നഗരപ്രകൃതിയിലുള്ള 7 കൊട്ടാരങ്ങളിൽ ഏറ്റവും ഗംഭീരമായത്. ഗുജറാത്തിലെ യാദവ് സമുദായത്തിൽപ്പെട്ട വോഡയാർ അഥവാ വാദിയാർ കർണാടകയിലെത്തി മൈസൂരിൽ താമസമാക്കിയതിന് ശേഷം 14-ാം നൂറ്റാണ്ടിലാണ് ഈ കൊട്ടാരത്തിൽ അടിത്തറയിട്ടത്. 1399 വോഡയാർ രാജവംശം സ്ഥാപിച്ച എതിരായ വോഡയാറിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം 6 നൂറ്റാണ്ട് യാദവർ ഈ പ്രദേശം ഭരിച്ചിരുന്നു. മൈസൂർ രാജ്യത്തിൻ്റെ ആദ്യ ഭരണാധികാരിയായിരുന്ന യദുരായ വോഡയാർ അദ്ദേഹത്തിൻ്റെ ഭരണകാലം പഴയ കോട്ട എന്നറിയപ്പെടുന്ന പുരിഗിരിയിൽ ഒരു കൊട്ടാരം നിർമ്മിച്ചതായും പറയപ്പെടുന്നുണ്ട്. നിലവിലെ കൊട്ടാരത്തിൻ്റെ മുൻഗാമി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കൊട്ടാരം 6 നൂറ്റാണ്ടുകൾക്കിടയിൽ ഒന്നിലധികം പൊളിച്ചും പുനർനിർമ്മിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഈ കൊട്ടാരം 1638 ഇടിമിന്നലേറ്റ് ഗംഭീരവ നരസരാജ വോഡയാരുടെ നിയന്ത്രണത്തിൽ പുനർനിർമ്മിച്ചിട്ടുണ്ട്. അത് ഒരു തടിക്കോട്ടയായിരുന്നു. പിന്നീട് AD 1793 ടിപ്പു സുൽത്താൻ വോഡയാർ രാജവംശം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം കൊട്ടാരം പൊളിച്ച് പുനർനിർമ്മിക്കുകയും ചെയ്തു. 1799 ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് ശേഷം കൃഷ്ണരാജ വോഡയാർ മൂന്നാമൻ മൈസൂർ തൻ്റെ തലസ്ഥാനമാക്കുകയും ഈ കൊട്ടാരം അദ്ദേഹം ഹിന്ദു വാസ്തുവിദ്യ ശൈലി അനുസരിച്ച് രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. കൂടാതെ രാജവംശത്തിൻ്റെ രാജകീയ നാമത്തിൻ്റെ അക്ഷരവിന്യാസം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ വോഡയാറിൽ നിന്ന് വാദിയാർ എന്നാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ 1897 രാജശ്രീ കൃഷ്ണ വോഡയാർ നാലാമൻ്റെ മൂത്ത സഹോദരിയായ രാജകുമാരിയായ ജയലക്ഷ്മി അമ്മാനിയുടെ വിവാഹച്ചടങ്ങ് നടക്കുന്നതിനിടയിൽ മരക്കൊട്ടാരം അഗ്നിക്കിരയായി. ആ വർഷം തന്നെ യുവരാജാവും അദ്ദേഹത്തിൻ്റെ അമ്മയും മൈസൂർ റീജൻ്റായ മഹാറാണി വാണി വിലാസ് സന്നിധാനത്തിൽ ഒരു പുതിയ കൊട്ടാരം പണിയാൻ ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെൻറി ഇർവിനെ ചുമതലപ്പെടുത്തി 1912 കൊട്ടാരത്തിൽ നിർമ്മാണം 6 കോടി രൂപ ചെലവിൽ പൂർത്തീകരിക്കുകയും ചെയ്തു. ഈ കാണുന്നത് രാജകുടുംബത്തിലെ അംഗങ്ങളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രശാലയാണ്. ഓരോ തലമുറയുടെയും ചിത്രങ്ങളാണ് ഇത്. ഈ കൂട്ടത്തിൽ വിദേശ ഭരണാധികാരികളുടെയും ചിത്രങ്ങൾ കാണാം. കൂടാതെ ഈ കൊട്ടാരത്തിൽ സാമ്രാജ്യ സൈന്യം ഉപയോഗിച്ചിരുന്ന പഴയ ബീരങ്കികളും ഫ്രെയിമുകളും ആനക്കൊമ്പും ചന്ദനം, മുത്തുപ്പെട്ടികൾ, മൃഗങ്ങളുടെ കരിങ്കല്ല് കൊത്തുപണികൾ, പ്രദർശന മുറികളും ഇവിടെയുണ്ട്. വിലമതിക്കാനാകാത്ത ഒരുപാട് കാഴ്ചകളാണ് ഇവിടെയുള്ളത്. പഴയ കൊട്ടാരം മരം കൊണ്ടാണ് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അഗ്നിക്ക് ഇരയാവുകയും ചെയ്തു. അതേസമയം ഇപ്പോഴത്തെ കൊട്ടാരം കല്ലുകൊണ്ടും ഇഷ്ടിക കൊണ്ടും മരം കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. മൈസൂർ രാജ്യത്തിൻ്റെ അവസാന മഹാരാജാവായ ജയചാമരാജേന്ദ്ര ഭരണാധികാരിയുടെ കീഴിൽ 1940 കൊട്ടാരത്തിൽ ഒരു പൊതു ദർബാർ ഹാൾ കൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. താജ്മഹൽ കഴിഞ്ഞാൽ പിന്നെ സ്വദേശികളും വിദേശികളും വിനോദസഞ്ചാരികളും ഏറ്റവും കൂടുതൽ
സന്ദർശിക്കുന്ന രണ്ടാമത്തെ ചരിത്ര സ്മാരകത്തിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ മൈസൂരിലെ പാലസ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നും തിരിച്ച് യാത്രയാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക.